തോമസ് ലീഹായുടെ വളരെ പ്രസിദ്ധമായ വാചകങ്ങൾ എപ്പോഴും മനസ്സിലുണ്ട്. തൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായ ലാസർ മരണാസന്നനായി കിടക്കുമ്പോൾ ക്രിസ്തു അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. അങ്ങോട്ട് പോകരുത്, അപകടമാണ്. അദ്ദേഹത്തിൻ്റെ ജീവനെ കരുതി, സുരക്ഷയെ കരുതി എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു, അങ്ങോട്ട് പോകരുത് എന്നാണ്. അപ്പോഴാണ് തോമസ് ലീഹ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, വി മേ ഗോ ദെയർ, വി മേ ഡൈ വിത്ത് ഹിം. അവനോട് കൂടെ മരിപ്പാൻ നമ്മൾ പോവുക എന്നുള്ളതാണ്. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് ആരും സാധാരണ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. നമ്മൾ പറയുന്നത്, നമ്മൾ ഓരോ വേദിയിലും വന്ന് ഓരോ വേദിയുടെയും സൗകര്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഞാൻ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ബൈബിൾ വായിക്കാം, ഒരു പേജെങ്കിലും. അതിൽ എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത് എൻ്റെ ധർമ്മസങ്കടങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ഉത്കണ്ഠകൾ, എൻ്റെ പരാതികൾ, എൻ്റെ പരിഭവങ്ങൾ. അതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പരിഹാരം ഞാൻ വായിക്കുന്ന ഒരു പേജിൽ നിന്നോ ഒരു ഖണ്ഡികയിൽ നിന്നോ എനിക്ക് എപ്പോഴും തരാറുണ്ട്. ഒരു ദിവസം ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബമാണ്. ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. കുടുംബം വലിയ കഷ്ടത്തിലാണ്. ഞാൻ 2-3 ദിവസക്കാലം വളരെ പ്രയാസപ്പെട്ടു, വളരെ ബുദ്ധിമുട്ടി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ അയാളുമായി ഞാൻ വഴക്കിട്ടു. ജോലി വാങ്ങിച്ചു. ആളെന്നെ വിളിച്ചു പറഞ്ഞു, ജോലി കൊടുത്തിട്ടുണ്ട്, ആൾ വന്ന് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. ഈ ജോലി വാങ്ങിച്ചു കൊടുത്ത ആളെ എന്നെ വിളിച്ചില്ല, എന്നെ കണ്ടുമില്ല. അപ്പം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി. ഇത്രയും കഷ്ടപ്പെട്ട ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞില്ലല്ലോ എന്നോട്. ഞാൻ വിഷമിച്ചാണ് കിടന്നത്. പിറ്റേ ദിവസം ഞാൻ വായിച്ച പേജ് ഇങ്ങനെ തുറന്നപ്പോൾ പേജ്, ഗലീലയിൽ നിന്നും ജെറുസലേമിലേക്ക് ക്രിസ്തു യാത്ര ചെയ്യുമ്പോൾ 10 കുഷ്ഠരോഗികളെ കാണുകയാണ്. അവർ വന്ന് സങ്കടം പറയാം. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ പുരോഹിതനെ കണ്ടോ, എല്ലാം ശരിയാവുമെന്ന് പറയും. എല്ലാ അസുഖവും മാറിക്കഴിഞ്ഞിട്ട് ഒരാൾ മാത്രം വന്ന് അദ്ദേഹത്തെ കണ്ട് ദൈവത്തെ സ്തുതിക്കുക. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, വിജാതീയനായ നീ മാത്രം വന്ന് എന്നെ കാണുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു, മറ്റാരും വന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്കുള്ള മറുപടിയാണ്. അദ്ദേഹത്തിനോട് നന്ദി പറയാൻ ആരും ചെന്നില്ല, കുഷ്ഠരോഗം സുഖപ്പെട്ടു. പിന്നെയാണ് നിന്നോട്, നീ നിന്റെ ജോലി ചെയ്താൽ മതി, നിന്റെ ജോലിയാണ് നീ ചെയ്തത്. ഒരാൾ സങ്കടവുമായി നിന്റെ മുന്നിൽ വന്നപ്പോൾ നീ അത് ചെയ്തു കൊടുത്തല്ലോ, നിന്റെ ജോലി തീർന്നു. അതുപോലെ ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം സമീപനം. ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമല്ല, എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഗവൺമെന്റിനെ നടത്തേണ്ട ആളാണ്, സൂക്ഷിച്ച് പരിശോധിക്കേണ്ട ആളാണ്, സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ആളാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ് കിടന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ വായിച്ച ഭാഗം, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളാരും വിശ്വസിക്കില്ല, ഞാൻ വായിച്ച ഭാഗം ശലോമോന്റെ പ്രാർത്ഥനയാണ്, സോളമൻ രാജാവിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. എന്താ പറയുന്നത്, എനിക്ക് ധനവും വേണ്ട, പ്രശസ്തിയും വേണ്ട, നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം മതി എന്ന വിസ്ഡം. പിന്നെ ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. നിന്റെ പ്രജകളാണ്, അവരെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം മാത്രം മതിയെന്നാണ്. എല്ലാത്തിനും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലും ആ ക്രൈസ്തവ ദർശനത്തിലും എല്ലാത്തിനും മറുപടിയുണ്ട്. ഇതിന് മറുപടിയുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണ്. ആ അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ ജീവിതത്തെ കെട്ടിപ്പടുക്കുമ്പോൾ അത് സാർത്ഥകമാകും. തളർന്നു പോകില്ല, പിന്തിരിഞ്ഞോടില്ല, ആത്മഹത്യ ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, യോദ്ധാവിനെ പോലെ അവൻ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, കടബാധ്യതയോ രോഗമോ പരാജയമോ കണ്ണുനീരോ ഒന്നും ഉണ്ടാവില്ല. ഈശോ എല്ലാം നന്നായിട്ട് പോകണം എന്നില്ല ആശ്രയിക്കുന്ന ഞാൻ, പള്ളി പോകുന്ന ഞാൻ, വചനം വായിക്കുന്ന ഞാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കംഫർട്ട് സോണിൽ നിന്നാൽ നമ്മൾ വളരില്ല എന്ന് നമുക്കും അറിയാം, ഈശോയ്ക്കും അറിയാം. ഈ ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരാനുള്ള ഒരു മരുന്ന്. എല്ലാ ക്രൈസിസുകളുമാണ് നമ്മളെന്താണോ നമ്മളെ ആക്കി തീർത്തേക്കുന്നത്, എല്ലാ ക്രൈസിസ് സിറ്റുവേഷൻസ് ആണ്, വേദനയുടെ അനുഭവങ്ങളാണ് നമ്മുടെ നട്ടല് പിരിച്ചൊടിച്ചതും നമ്മളെ തകർത്ത് കളയാൻ ശ്രമിച്ച ആ സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ് നമ്മളാക്കി മാറ്റിയത്, നമ്മളെ സ്ട്രോങ് ആക്കി മാറ്റിയത്. അത് മറന്നേക്കൽ. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചോദിക്കുക, ഈശോയെ എന്തിന് അത്രയും വലിയ വേദന അനുവദിച്ചു? പക്ഷെ അത്രയും വലിയ വേദന അനുവദിച്ചു എന്ന് മാത്രമല്ല, നീ അതിനെ അതിജീവിച്ചപ്പോഴാണ് നിന്റെ ശക്തി എന്താണെന്നും നിന്റെ ഉള്ളിലിരിക്കുന്നവന്റെ ശക്തി എന്താണെന്നും നീ ശരിക്കും മനസ്സിലാക്കിയത്.
ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് ആത്മവിശ്വാസം കൂടേണ്ടത് ഒറ്റ കാര്യത്തിലാണ്: നിർത്തിയവനെ നോക്കിയിട്ട്, പാരമ്പര്യങ്ങളെ നോക്കിയിട്ടല്ല, പഠിച്ചെടുത്ത പുസ്തകങ്ങളെ നോക്കിയിട്ടല്ല, കാണാപ്പാട് അറിയാവുന്ന കുറെ കാര്യങ്ങളെ നോക്കിയിട്ടല്ല. നിങ്ങളെ ആൾക്കാർ പ്രാർത്ഥനക്കാരൻ, പ്രാർത്ഥനക്കാരി, അത്ഭുത പ്രവർത്തകൻ, വിശുദ്ധൻ, വിശുദ്ധ എന്ന് വിളിക്കുന്നത് നോക്കിയിട്ടല്ല. നീ നേരെ നിൽക്കേണ്ട ഒറ്റ കാര്യത്തിലാണ്: നേരെ നിർത്തിയവനെ നോക്കിയിട്ട്. പിടികിട്ടണുണ്ടോ? നമ്മളെ ഇവിടെ നിർത്തിയത് കർത്താവാണ്. ചെറിയവന്റെയും വലിയവന്റെയും മുമ്പിൽ നിർത്തും. സുവിശേഷം പ്രഘോഷിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു വ്യക്തി ജീവിതം, നിങ്ങൾ ശുശ്രൂഷ മേഖലകളിൽ വഴി അടഞ്ഞു പോയവരൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങിയേക്കണം. കർത്താവെ, ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം, അവസരങ്ങളെല്ലാം, നിന്നെക്കുറിച്ച് ഒരു കാലത്ത് ജീവൻ വരെ പണയപ്പെച്ച് പ്രഘോഷിച്ച ആളുകൾ, ഒരു കാലത്ത് മടി പിടിച്ച് അടിഞ്ഞൊതുങ്ങിയിരുന്നവർ, ഈ തീ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ആ വെളിച്ചം കിട്ടാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണം. ചെറിയവരുടെയും വലിയവരുടെയും മുമ്പിൽ അവൻ നിന്നെ നിർത്തി അവനെ കുറിച്ച് പ്രഘോഷിക്കാൻ നിന്റെ നാവിനെ, ജീവിതത്തെ അഭിഷേകം ചെയ്യും. പറ ഹല്ലേലൂയ. ആ ചെറിയവർ ചിലപ്പോ ഇന്ന് വീട്ടിൽ നിൽക്കുന്ന ആ ജീവിത പങ്കാളിയായിരിക്കും, മക്കളായിരിക്കും. അവരോട് നീ സുവിശേഷം പറ, അവരോട് നീ ഈശോയെ വിശ്വസിക്കാൻ പറ. വലിയവരുടെ മുമ്പിലും നിന്നെ നിർത്തും. പറഞ്ഞേ ഹല്ലേലൂയ.